എല്ലാ സജ്ജനങ്ങൾക്കും നന്മകൾ നേരുന്നു സഹോദരങ്ങളെ. ഞാനങ്ങനെ കന്യാകുമാരിയിൽ നിന്നും 660ഓളം കിലോമീറ്ററുകൾ താണ്ടി താഴെ ചൊവ്വയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പോകാനുള്ളത് മഞ്ചേശ്വരത്തേക്ക് 120 കിലോമീറ്ററുകളാണ്. ഇപ്പോൾ നമുക്ക് താഴെ ചൊവ്വയിലെ ആ വ്യൂസ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ ഇന്നലെ വണ്ടി നിർത്തിയത്. ഈ താഴെ ചൊവ്വയിലെ ഈ ജുമാ മസ്ജിദിൻ്റെ ഉള്ളിലാണ് ഇന്നലെ വണ്ടി ഇട്ടത്. ഇതാണ് താഴെ ചൊവ്വയിലെ ജുമാ മസ്ജിദ്. വളരെ നല്ല സ്വീകരണമായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇവർക്ക് അറിയായിരുന്നു ഞാനിവിടെ വന്നത്. വെയിറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അകത്ത് കയറി വണ്ടിയിൽ തന്നെ ഇരുന്നു. അപ്പോൾ അകത്തുനിന്ന് ആളുകൾ വന്നു. ആൾ വന്നിട്ട് എന്നെ വെച്ച് എന്താ വിളിക്കുന്നത്. അപ്പോൾ അവർ ഈ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളല്ല. എന്നോട് ചോദിച്ചു എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ കമ്മിറ്റിക്കാരുടെ അനുവാദം ഇല്ലാതെ നമുക്കങ്ങനെ അലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കമ്മിറ്റിക്കാർക്കൊക്കെ നമ്മളറിയാം, നിങ്ങളൊന്ന് പോയി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആളകത്തേക്ക് പോയി വിളിച്ച് ചോദിച്ചു തോന്നുന്നു. വിളിച്ച് ചോദിച്ചിട്ട് പിന്നെ ആൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എവിടെയാണ് കിടക്കേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് അറിയാം. അപ്പോൾ എന്തായാലും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. രാവിലെ എല്ലാ കാര്യങ്ങളും ഇന്നലെ രാത്രി തന്നെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുളിയും ഒക്കെ ഇന്നലെ തന്നെ കുളിക്കാൻ പറ്റി. അപ്പോൾ ഇന്ന് രാവിലെ ഇനി നമ്മുടെ വേദസാരങ്ങളുടെ 21ാമത്തെ പേജ് കൂടി വായിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം. താഴെ ചൊവ്വയിലെ ജുമാ മസ്ജിദാണിത്. ഇവിടെ അറബി പഠിക്കുന്ന കുട്ടികളാണിത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? മുഹമ്മദ് മിസ്സബ്. ഇവിടെ എന്താ പഠിക്കണേ? കിതാബ്. സൗണ്ട് കുറച്ചുകൂടി പോട്ടെ. ദർസ് പഠിക്കാം അല്ലേ? നിന്റെ പേരാ? ബിഷറുൽ ഹാഫി. എത്ര നാളായി ഇവിടെ? ഒരു കൊല്ലായി. അങ്ങനെ പഠിപ്പൊക്കെ നന്നായി നടക്കുന്നുണ്ടോ? നന്നായി നടക്കുന്നു. ഓക്കെ. അപ്പോൾ ഒരു യാത്രയാണ്. സത്യവേദസര എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ എല്ലാ ആളുകളിലേക്കും ഇതിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. ഏകദേശം 700 കിലോമീറ്ററാണ് ഇത് യാത്ര. അതിലിപ്പോൾ 660 കിലോമീറ്റർ ആയി. ഇനി 120 കിലോമീറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം. ഓക്കെ.